വ്യാജ മതപരിവർത്തനം ആരോപിച്ച് ഒഡീഷയിൽ കത്തോലിക്ക വൈദികർക്കും സന്യാസിനികൾക്കും മതബോധന വിഭാഗത്തിലെ അംഗത്തിനും നേരെ ആക്രമണവും ഭീഷണിയുമായി ബജ്റംഗ് ദൾ പ്രവർത്തകർ. മലയാളി വൈദികരായ ഫാദർ ലിജോ നിരപ്പേലും ഫാദർ ജോജോയും ഉൾപ്പെടെയുള്ള സംഘത്തിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഗസ്റ്റ് 6-ന് ഒഡീഷയിലെ ജലേശ്വർ ഇടവകയ്ക്ക് കീഴിലുള്ള ഗംഗാധർ ഗ്രാമത്തിന് സമീപം 2 കത്തോലിക്ക വൈദികരെയും 2 സന്യാസിനികളെയും അന്മായനെ മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ ആരോപണമുന്നയിച്ച് ആക്രമിക്കുകയായിരുന്നു. ജലേശ്വർ രൂപതയിലെ ജോഡ ഇടവകയിലെ മലയാളി വൈദികർ ഉൾപ്പെടെയുള്ള സംഘം 2 പ്രാദേശിക ക്രൈസ്തവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഗംഗാധർ മിഷൻ സ്റ്റേഷൻ സന്ദർശിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് മടങ്ങുമ്പോഴായിരുന്നു അതിക്രമം നടന്നത്. വൈകുന്നേരം 9 മണിയോടെ ഗ്രാമം വിട്ടുപോകുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ ഇടുങ്ങിയ വനപ്രദേശത്ത് ഏകദേശം 70ഓളം ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ഒരു സംഘം കാത്തിരിക്കുകയായിരുന്നുവെന്ന് ഫാദർ ലിജോ പറഞ്ഞു. ആദ്യം മോട്ടോർ സൈക്കിളിലുണ്ടായിരുന്ന മതബോധനാധ്യാപകനെ നിഷ്കരുണം മർദ്ദിച്ച് ബൈക്ക് നശിപ്പിച്ച് ഇന്ധനം ഊറ്റിയെടുത്തുവെന്ന് വൈദികൻ വെളിപ്പെടുത്തി. തുടർന്ന് അക്രമികൾ വൈദികരുടെ വാഹനത്തിന് നേരെ തിരിഞ്ഞു. ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു നിർത്തി വർഗീയമായി അധിക്ഷേപിക്കുകയായിരുന്നു. തുടർന്ന് അക്രമികൾ മർദ്ദിക്കുകയും ആക്രമിക്കുകയും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചുവാങ്ങുകയും ഇനി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്രോശിക്കുകയും ചെയ്തതായി ഫാദർ ലിജോ കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.